കാസർഗോഡ് ജില്ലയിലെ കർണാടകയോട് ചേർന്ന പ്രദേശങ്ങളിൽ വിമുക്ത ഭടന്മാരെന്ന പേരിൽ വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്ത ഭൂമികൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ ചെങ്കൽ ഖനനം പോലുള്ളവയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ചെങ്കൽ ഖനനത്തിനായി അനുമതി വാങ്ങുന്ന ഭൂമിയുടെ മറവിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറുന്നതും ഈ മേഖലകളിൽ വ്യാപകമാണ്. എന്നാൽ ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാലും നടപടിയെടുക്കാറില്ലെന്ന് കൊടലമുഖർ വില്ലേജ് ഓഫീസർ എ മുഹമ്മദ് കുഞ്ഞി പറയുന്നു. ഈ വിവരങ്ങളെല്ലാം ഞാൻ അതാത് സമയം ബന്ധപ്പെട്ട ജിയോളജി അധികാരി ഞാൻ അറിയിച്ചിട്ടുണ്ട്. അന്നേരം അറിയിക്കാറുണ്ട്. അവരെ സൗകര്യം പോലെയാണ് അവർ ചെയ്യുന്നത്. മാത്രമല്ല, ഖനനാനുമതി നൽകുന്ന സ്ഥലം ജില്ലയിലെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ ഒരിക്കലും സന്ദർശിക്കാറില്ല. ഇതിനുദാഹരണമാണ് വ്യാജരേഖ ചമച്ച് KPCC അംഗം പ്രഭാകര ചൗട്ട തട്ടിയെടുത്ത 3 ഏക്കർ ഭൂമിയിൽ നടത്തിയ ഖനനം. 69 സെന്റിലാണ് ഖനനാനുമതി നൽകിയതെങ്കിലും കോൺഗ്രസ് നേതാവ് ഖനന നിയമങ്ങൾ പാലിച്ചില്ലെന്ന് മാത്രമല്ല, സർക്കാർ ഭൂമിയും മറ്റൊരു വിമുക്ത പഠന ഭൂമിയും കയ്യേറി. ഇതിനെതിരെ നാട്ടുകാർ രംഗത്ത് വന്നതോടെ നാട്ടുകാർക്കെതിരെ ചൗട്ട കോടതി കയറി. കൊടലമുഖർ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് ഈ ഖനനം നിർത്തിവെക്കുകയും അതിനുശേഷം ശ്രീ D. പ്രഭാകര ചൗട്ട എൻ്റെ സ്ഥലത്ത് ചിലർ അതിക്രമിച്ച് കയറി ജോലിക്ക് തടസ്സപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് മുനിസിപ്പൽ കോടതിയിൽ പരാതി നൽകുകയും ചെയ്തു. 2009 തുടങ്ങിയ ഖനനം ഇപ്പോൾ കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്നാൽ കാസർഗോഡ് മുനിസിപ്പൽ കോടതിയിലും വ്യാജരേഖകളാണ് കോൺഗ്രസ് നേതാവ് പ്രഭാകര ചൗട്ട സമർപ്പിച്ചത്. 69 സെന്റിൽ മാത്രമാണ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് വ്യാജരേഖ ചമച്ച KPCC മെമ്പർക്ക് ചെങ്കൽ ഖനനത്തിന് അനുമതി നൽകിയത്. എന്നാൽ നിയമം മറികടന്ന് 3 ഏക്കറിനപ്പുറം സർക്കാർ ഭൂമിയിലും ചെങ്കൽ ഖനനം നടത്തിയിരിക്കുന്നു. കൊടലമുറുകിൽ നിന്നും ക്യാമറമാൻ ഡാറ്റിസിനൊപ്പം ഫൗസിയ മുസ്തഫ, ഇന്ത്യ വിഷൻ, കാസർഗോഡ്.